ഒരുപാട് നാളായിട്ട് കാത്തിരുന്നൊരു ദിവസം എത്തി. ഇന്ന് റിസപ്ഷനാണ്. വൈകിട്ടാണ് റിസപ്ഷൻ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ റിസപ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സാണ്. അങ്ങനെ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴി എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. അങ്ങനെ അവരെ കൂടെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. എല്ലാവർക്കും കൂടെ പോകാൻ വേണ്ടി സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തി മക്കളുമാണ് ആദ്യം പോയത്. ഉമ്മയും പാത്തുവിൻ്റെ ഉമ്മയും അവിടെ നിന്നു. പിന്നെ അവരെ വന്നുകാണ്ട് കൊണ്ടുപോയതാണ്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് മാറി നിന്നിട്ടായിരുന്നു ഓഡിറ്റോറിയം. എന്തായാലും അവിടെ ചെന്നപ്പോൾ വെൽക്കം ഡ്രിങ്കും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയ ഒരു കല്യാണം. എന്തായാലും അടിപൊളി ഒരു ദിവസമായിരുന്നു. എല്ലാവരും ചെന്ന പാടെ തന്നെ ഫോട്ടോഷൂട്ടായിരുന്നു. അങ്ങനെ ഞാനും അങ്ങോട്ടൊക്കെ പോയി. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് മെറൂൺ ഇട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞാനും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. ഈവനിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫർ പെട്ടെന്ന് എല്ലാവരും ഫോട്ടോയും എടുത്ത് തീർക്കുമായിരുന്നു ലൈറ്റ് പോകുന്നതിനനുസരിച്ച്. എന്നാലും ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു പാർക്കുള്ളത്. അങ്ങനെ ആച്ചുമോളെയും കൊണ്ട് ഞാൻ ആ പാർക്കിലേക്ക് പോയി. അവിടെ കുറച്ച് നേരം കുഞ്ഞിനെ കളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ തിരിച്ചു വന്നത്. എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. എന്തായാലും അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഓരോ ഫംഗ്ഷൻ നടക്കുന്ന സമയത്താണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുന്നത്. അങ്ങനെ ചെക്കനെയും പെണ്ണിനെയും സ്റ്റേജിലേക്ക് കയറ്റുന്ന സമയമായി. അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അവരെ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറ്റി. കുറച്ച് നേരം വീണ്ടും ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി കൊടുക്കാൻ കൂടി എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം നല്ല ഫുഡായിരുന്നു. ബീഫ് സുർബിയാനി, വെള്ളയപ്പം, ചിക്കൻ കുറുമി എല്ലാം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ഫുഡൊക്കെ. അങ്ങനെ ചെക്കനും പെണ്ണും സ്റ്റേജിലേക്ക് കയറുന്ന എൻട്രി അത് സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ ആച്ചുമോളുടെ ചെറിയൊരു ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.